ബാഡ്മിന്റൺ റാക്കറ്റ്സ് പൊട്ടി വരുന്ന കംപ്ലൈന്റ് ഇപ്പൊ പതിവാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ബാഡ്മിന്റൺ റാക്കറ്റ് എടുത്ത് എല്ലാവരും ഇപ്പൊ കളിക്കാൻ തുടങ്ങുന്നുണ്ട്. കുറെ നാള് ഉപയോഗിക്കാഞ്ഞിട്ട് ഇപ്പൊ ബാഡ്മിന്റൺ റാക്കറ്റ് എടുത്ത് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണിത്. റാക്കറ്റ്സ് ഗട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹൈ ടെൻഷനിലിരിക്കുന്ന റാക്കറ്റ്സ് ആണ്. ഈ റാക്കറ്റ് ഇട്ട് നമ്മൾ കളിക്കാൻ കോർട്ടിൽ പോകുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രഷർ ഏതെങ്കിലും ഒരു സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ റാക്കറ്റ്സിന്റെ ഫ്രെയിം ക്രാക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ഒരു കാരണത്താൽ ഇങ്ങനെയുള്ള പൊട്ടി വരുന്ന കംപ്ലൈൻറ്റ്സ് ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതേപോലെ കുറെ നാളത്തേക്ക് റാക്കറ്റ് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഗട്ട് റിമൂവ് ചെയ്തോ ഗട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് എപ്പോഴും അതിനകത്ത് കാണും. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ റാക്കറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ടല്ലായിരിക്കും. ഇതുപോലെ കാറിന്റെ ബാക്കിലോ ഈ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം വീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രാക്ക് ആവാനും വളരെ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ആ റാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും റാക്കറ്റ് നോർമലായിട്ടിരിക്കും. പക്ഷെങ്കിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറൊക്കെ വരുമ്പോഴാണ് ക്രാക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം ഇതേപോലെ റാക്കറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതേപോലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്.